ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു പുതുമുള്ള എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മനുഷ്യനിർമ്മിത ഒരു ദ്വീപിൻ്റെ മുൻപിലാണ്. എവിടെയാണെന്നല്ലേ? യെസ്, വെല്ലിംഗ്ടൺ ഐലൻഡ്. അപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നാം കാണുവാൻ പോകുന്നത്. നമുക്ക് പോവുക വീഡിയോയിലേക്ക്. കൊച്ചി തുറമുഖത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊച്ചി തുറമുഖത്ത് അതിൻ്റെ കപ്പലുകൾ വരുന്നതിന് വേണ്ടി അതിൻ്റെ ആഴം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത മണ്ണും ചെളിയും അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഒരു ഐലൻഡ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാലത്ത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഒരു ദ്വീപ് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ 1920-കളിൽ ഈ ഒരു ദ്വീപിൻ്റെ ആ ഒരു ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ഈ ഒരു ഐലൻഡ് ഫോർമേഷന് ലീഡർഷിപ്പ് വഹിച്ചത് അന്നത്തെ എഞ്ചിനീയർ ആയിരുന്ന റോബർട്ട് ബ്രിസ്റ്റോ ആയിരുന്നു. 1929 ഏകദേശം 3 സീസണുകളായിട്ടാണ് ഈ ഒരു ഐലൻഡിൻ്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തത്. 1920s ഈ ഒരു ഐലൻഡിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ലീഡർഷിപ്പ് വഹിച്ചത് അന്നത്തെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള റോബർട്ട് ബ്രിസ്റ്റോ എന്ന എഞ്ചിനീയർ ആയിരുന്നു. ഏകദേശം 3 സീസണായിട്ടത് കംപ്ലീറ്റ് ചെയ്ത് 1929 അവസാനിച്ച ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തുറമുഖത്തെ ആഴക്കടലുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം 450 അടി വീതിയിലും അതുപോലെ തന്നെ 3.5 മൈൽ നീളത്തിലും ഒരു കടൽപ്പാത നിർമ്മിക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു കടൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച സമയത്ത് എടുത്തു മാറ്റിയ മണ്ണാണ് ഏകദേശം 780 ഏക്കറോളം ഏരിയ ഉള്ള ഒരു ദ്വീപിന് രൂപം കൊണ്ടത്. അപ്പോൾ അന്ന് ഒരു ലേഡി വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞൊരു ഒരു മണ്ണുമാന്തി കപ്പൽ വഴിയാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ റെക്കോർഡ് വേഗത്തിൽ ഈ ഒരു ഐലൻഡ് ഫോർമേഷൻ സാധ്യമായി തീർന്നു. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണക്കപ്പലാണ്. നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടുന്ന് കുടൽ പോയേക്കുന്നത് കണ്ടോ. അപ്പോൾ ആ കുടൽ വഴി നമുക്കിവിടെ നേരെ ബാക്കിൽ തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഇത് കാണാം, ഒരു ബിൽഡിങ്ങൊക്കെ കാണാം. അപ്പോൾ ഇവിടേക്കാണ് അവർ ഈ പെട്രോളിയം ഇതൊക്കെ ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഈ ഒരു കോവിഡ് സമയം ആയതുകൊണ്ട് വളരെ വിജനമായി കിടക്കുകയാണ്. സാധാരണ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ്. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തിരക്ക് ഫീൽ ചെയ്യണില്ല. കാണുന്നത് പാരിസൺസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇതാണ്. ഈ കുറേ വെള്ള കളർ ഇങ്ങനെ കാണുന്നതെല്ലാം ഈ എണ്ണ സംഭരിച്ച് വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് ബോട്ട് ജെട്ടിയാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു ചോദ്യമാണ് എവിടെ നിന്നൊക്കെ ബോട്ട് സർവീസ് ഉണ്ടെന്ന്. മട്ടാഞ്ചേരിയിൽ നിന്നുണ്ട്, ഫോർട്ട് കൊച്ചിയിൽ നിന്നുണ്ട്, മറൈൻ ഡ്രൈവിൽ നിന്നുണ്ട്, എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ബോട്ട് സർവീസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നിഷ്പ്രയാസം എത്തിപ്പെടാൻ പറ്റുന്നൊരു ഏരിയ ആണ് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് അങ്ങോട്ടൊന്ന് നമ്മൾ ഓടിച്ചു കഴിയുമ്പം നമ്മുടെ ഫോർട്ട് കൊച്ചി ഭാഗത്ത് ഇത് കാണാം, നമുക്ക് ബോട്ടൊക്കെ വന്ന് കിടക്കുന്ന കാണാം. അപ്പം അത്രത്തോളം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ താജിൻ്റെ 5 സ്റ്റാർ ഹോട്ടൽ ഇതിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് നമ്മൾ വലുതായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും കൂടുതലും ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒഫീഷ്യൽ റെസിഡൻസും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള ഹോട്ടൽസും ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. അതുപോലെ പലയിടങ്ങളിലും നമുക്ക് ഫിഷിംഗ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മാറ്റിയിട്ടേക്കാണ്. ഇത് വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ടൂറിസത്തിൻ്റെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഓഫീസുണ്ട്. സോ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും അധികം ഒരു ഉപകാരപ്രദമായ രീതിയിൽ ഇവരുടെ ഒരു സർവീസ് ഇവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തന്നെയാണ് സീ പോർട്ട് ഇമിഗ്രേഷൻ, അതുപോലെ ഷിപ്പിംഗ് സൊല്യൂഷൻസ്, ഇങ്ങനെ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓഫീസുകളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാഴ്ച, ആ റൗണ്ട് തന്നെ കണ്ട ഒരു മനോഹരമായൊരു പൂന്തോട്ടം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഈ കൊച്ചിൻ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, ഔദ്യോഗിക വസതികൾ, ഇതൊക്കെയാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാ ഇവിടുന്ന് കസ്റ്റംസ് ഹൗസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള എന്താ പറഞ്ഞാൽ ഒരു സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഔദ്യോഗിക വസതികളും ഒക്കെ അത് നമ്മൾ തൊട്ട് ഒരു ലേശം ഒരു ചൂട് വയ്ക്കുമ്പോൾ ഭാരത് പര്യടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവർ ടൂറിസത്തിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ വെല്ലിംഗ്ടൺ
ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട്. വീണ്ടും നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ മനോഹരമായൊരു കാഴ്ച. കാരണം എന്താ, ഒരു ചെറുതാണെങ്കിലും കാണാൻ നമുക്ക് നല്ല ഭംഗിയുള്ള പൂന്തോട്ടം. നമുക്ക് പല സ്ഥലത്തും ഇരിപ്പിടങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ചൂട് ഒരു അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചേരം ഇരുന്ന് പോകും. ഒരുപാട് ഇരിപ്പിടങ്ങൾ, അത് വളരെ മനോഹരമായ ഇരിപ്പിടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നപ്പോൾ ഒരു മനോഹരമായൊരു പാർക്ക് കണ്ടു. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. വളരെ മനോഹരമായ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണ്, പ്രത്യേകിച്ചും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയവർക്ക് നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചൂണ്ടപ്പന, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന മരമാണ് അരണമരം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ കണ്ടിട്ടില്ല. പിന്നെ കാറ്റാടി, ചില നാട്ടിൽ ചൂള എന്ന് പറയും, ചിലയിടത്ത് മൂള എന്ന് പറയും. തൊട്ടടുത്ത് നമ്മൾ കാണുന്ന നമ്മുടെ മാവ്, നമ്മുടെ നാട്ടിലെല്ലായിടം ഉള്ളൊരിതാണ്. നമ്മൾ പിന്നെ നോക്കുമ്പോൾ കറുവപ്പട്ട, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനമാണ് കറുവപ്പട്ട. അത് ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ചെമ്പകമുണ്ട്, കണ്ടോ. നമ്മൾ കേട്ട് പരിചയമുള്ള പല മരങ്ങളും ഇവിടെ വളരെ നന്നായിട്ട് അവർ പരിപാലിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ അടുത്തുനിന്ന് കാണും ആരണ മരത്തിന്, കണ്ടോ. നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള മരം തന്നെയാണ്. കൂവളമൊക്കെ നമ്മൾ ഒരു പക്ഷേ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. ഇത് ഒരു നങ്കൂരത്തിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെയാണ്. വളരെ നന്നായിട്ട് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, കണ്ടോ. തീർന്നില്ല, ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ. അതെ, ഇത് വിശറിപ്പന എന്ന് പറയും, ചെമ്പകത്തിൻ്റെ ചെറിയൊരു മരം. ഇത് പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമ്മുടെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയാണ്. ഇങ്ങനെ പൂത്ത് വരുന്നേയുള്ളൂ. ഇങ്ങനെ ഇതൊക്കെ കുരുവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഇല്ലിമുളയാണ്. നമ്മളിത് കാണുമ്പോൾ തന്നെ വളരെ നന്നായിട്ട് ഇത് പരിപാലിച്ച് ഷേപ്പ് ചെയ്ത്, നമ്മൾ സാധാരണ മുളങ്കാട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് വല്ലാണ്ടങ്ങ് പോവുകയാണ്. പക്ഷേ ഇവർ വളരെ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഒരു ബോട്ടിൻ്റെ ഒരു സെറ്റപ്പാണ്. ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, ബോട്ടിനകത്ത് കയറുന്നതും ഫുഡ് വേസ്റ്റുകൾ അല്ലെങ്കിൽ കുപ്പികളൊക്കെ എറിയുന്നതും നിരോധിച്ചിരിക്കുന്നുണ്ട്. താഴെയൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു ബോട്ടായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ അതൊന്നുമില്ല. ഇവർ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ്, നമ്മൾ ഒരു കാരണവശാലും ബോട്ടിനകത്തോട്ട് കയറാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റുകൾ, കുപ്പികൾ, ഇതൊന്നും ഇതിനകത്ത് എറിയാൻ പാടില്ല. പക്ഷേ ഇപ്പം നോക്കുമ്പം ഈ പ്രാവും അങ്ങനെയുള്ള തന്നെ കാഷ്ടമൊക്കെ വേണം കുറച്ച് ഇതായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കളി ഉപകരണങ്ങൾ എവിടെയുണ്ട്. ഇതിൻ്റെ അകത്ത് ധാരാളം ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ. നമ്മളീ കാണുന്ന ആര്യവേപ്പാണ്. നമുക്കറിയാം ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇതാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ നന്നായിട്ട് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതാ നമ്മൾ ആ കളി ഉപകരണം നമ്മൾ അടുത്തിങ്ങനെ കാണുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആളുകളൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, ഒരു സൈലൻ്റായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല മനോഹരമായ നടപ്പാതയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ വെല്ലിംഗ്ടൺ ദ്വീപിലെ ആ ഒരു കാഴ്ചകൾ കണ്ട് ഇപ്പം നിൽക്കുന്നത് എറണാകുളത്ത് ഒരു കാലത്തെ പഴയ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള കൊച്ചിൻ ഹാർബർ ടെർമിനസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ മുൻപിലാണ്. നമ്മൾ ഇന്ന് കാണുന്ന എറണാകുളം സൗത്ത് നോർത്തിനൊക്കെ മുൻപ് ഉണ്ടായിരുന്ന, ഒരു കാലത്ത് അതിൻ്റെ പ്രതാപം കാത്ത് സൂക്ഷിച്ചിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കൊച്ചിൻ ഹാർബർ ടെർമിനസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്.
ഇത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ട്രെയിൻ സർവീസുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ റേറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കൊച്ചിൻ ഹാർബർ ടെർമിനസ് എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. രണ്ട് പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഇവിടം കൊണ്ട് ഈ ഒരു സ്റ്റേഷൻ്റെ ഇത് അവസാനിക്കുകയാണ്. ഇവിടുന്ന് വെണ്ടുരുത്തി പാലം വഴി എറണാകുളം സൗത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ഈ ഒരു പാതയെന്ന് പറയുന്നത്. ഒരു കാലത്ത് അറിയപ്പെടുന്ന പല ട്രെയിൻ സർവീസുകളും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് എറണാകുളം സൗത്ത് നോർത്ത് സ്റ്റേഷനുകൾ വന്നതോടുകൂടി ഈ ഒരു സ്റ്റേഷൻ്റെ ആ ഒരു പ്രതാപം നഷ്ടപ്പെട്ടു പോയി. അടുത്തിടെ ലോക്കൽ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതും പിന്നീട് നിന്നുപോയി. ഈ ഒരു സ്റ്റേഷൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റേഷനായിരുന്നു എറണാകുളം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. അത് എറണാകുളം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാവുന്നതല്ല, എറണാകുളം ഹൈക്കോടതിയുടെ പുറകെ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ന് അവിടെയും പലവിധമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും എതിർപ്പുകളും മൂലം അത് നിന്നുപോയി. ആ ഒരു വീഡിയോ ഞങ്ങൾ ഒരിക്കൽ ചിത്രീകരിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നതാണ്. തീർച്ചയായും അത് നിങ്ങൾ കാണുക. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഒരു കാലത്ത് അതിൻ്റേതായിട്ടുള്ള പ്രതാപം കാത്തു സൂക്ഷിച്ച റെയിൽവേ സ്റ്റേഷനൊന്നും തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. സോ തീർച്ചയായും നമുക്ക് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന ചില കഥകളിലൊന്നായിട്ട് ഇത് മാറിപ്പോവും. നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ട്രാക്കുകൾ പലതും കാട് കയറി വല്ലാത്തൊരവസ്ഥയിലാണ്. കാണാൻ തന്നെ വിഷമം തോന്നും. ഒരു കാലത്ത് ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു പേരായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു സ്റ്റേഷൻ നിന്ന് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് നമ്മൾ വരും തലമുറയ്ക്ക് നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് വളരെ ഖേദത്തോടെ പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡ് കണ്ടു. അതിൻ്റെ സമീപ പ്രദേശങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മൾ കൊച്ചിൻ ഹാർബർ ടെർമിനൽസിൽ നിൽക്കുകയാണ്. ഒരു കാര്യം മാത്രം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, ഇവിടുത്തെ കണ്ടെയ്നർ ഷിപ്മെൻറ്റ് ആ ടെർമിനൽ കാണിക്കാനായിട്ട്. ഒരു കാലത്ത് ഇവിടെ നിന്നായിരുന്നു കണ്ടെയ്നർ ഷിപ്മെൻ്റൊക്കെ പോയിരുന്നത്. പക്ഷേ വല്ലാർപാടം ടെർമിനൽ വന്നതോടുകൂടി അതിൻ്റെ ആ ഒരു ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങി. അത് മാത്രമല്ല, നമുക്ക് അവിടെ കയറി അതിൻ്റെ ഭാഗങ്ങൾ ചിത്രീകരിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് കാണിക്കാൻ സാധിക്കാതെ മടങ്ങുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത്, തൊട്ടടുത്തൊരു ചെറിയൊരു ബെല്ലൈക്കൺ കാണാം. അതിലൂടെ ക്ലിക്ക് ചെയ്താൽ ടൈമിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വിപിൻ.